മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന ലഘുകഥയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിഡ്കി കിസ്കി രചനാ ഹേ എന്നാണ്. ആ വ്യത്യാസമുള്ളതുകൊണ്ട് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഗിഡ്കി കിസ്കി രചനാ ഹേ. അഞ്ജു ഗർബന്ദാക്കി, അഞ്ജു ഗർബന്ദിയുടെ രചനയാണ് ഗിഡ്കി. കിസ് വിധാക്കി രചനാ ഹേ, ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? ലഘുകഥ, ലഘുകഥയാണ് ഗിഡ്കി എന്നത്. പാത്ര കോൻ കോൻ ഹേ, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പതി, പത്നി, ബച്ചെ, യുവതി. ഇതിലൊരു ഭാര്യയും ഭർത്താവും കുട്ടികളും പിന്നെ യുവതി, വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഷാദിക്ക ബുലാവ കഹാംസെ ആയ, വിവാഹത്തിന്റെ ക്ഷണം വന്നത് എവിടെ നിന്നായിരുന്നു? ഹോഷിയാർപുർസെ, ഹോഷിയാർപുരത്ത് നിന്നായിരുന്നു വിവാഹത്തിന്റെ ക്ഷണം വന്നത്. ഹോഷിയാർപുർസെ ക്യാ ആയ, ഹോഷിയാർപുരത്ത് നിന്ന് എന്താണ് വന്നത്? ഷാദി കാ ബുലാവ, വിവാഹത്തിന്റെ ക്ഷണം. ജനറൽ കോച്ച് സെ ജാന തൈ കിയ ക്യോം, ജനറൽ കോച്ചിൽ പോവാൻ വേണ്ടി തീരുമാനിച്ചു, യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്യോം, എന്തുകൊണ്ട്? സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി ഇസ്ലിയെ, ആ സമയങ്ങളിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ, ഇക്കാരണത്താൽ. അതായത് AC ആവശ്യമില്ല, എന്താണ്, ചെറിയ തോതിൽ തണുപ്പുണ്ട് അല്ലേ, അപ്പം ജനറൽ കോച്ചിൽ പോവാമെന്ന് തീരുമാനിച്ചു. पहले बीबी बच्चे यात्रा के संबंध में क्या प्रकट किया, ആദ്യം ഭാര്യയും മക്കളും യാത്രയെക്കുറിച്ച് പ്രകടിപ്പിക്കുക, എന്താണ് പ്രകടമാക്കിയത്? അതായത് ജനറൽ കോച്ചിലെ യാത്രയെക്കുറിച്ച് ഭാര്യയും മക്കളും ആദ്യം തന്നെ എന്താണ് പ്രകടമാക്കിയത് എന്നാണ് ചോദിച്ചത്. നാരാസ് പ്രകടിക്കുക, ദേഷ്യം പ്രകടിപ്പിച്ചു. നാരാസ് പറഞ്ഞാൽ ദേഷ്യം. ദോടി നാ നുക്കുർ കെ ബാദ് മാൻ ഗയെ കോൻ, ദോടി നാ നുക്കുർ കെ ബാദ്, അല്പം എതിർപ്പുകൾക്ക് ശേഷം അംഗീകരിച്ചു. കോൻ, ആര്? അല്പസമയത്തെ എതിർപ്പുകൾക്ക് ശേഷം അംഗീകരിച്ചത് ആരായിരുന്നു? ബീബി ഓർ ബച്ചെ, ഭാര്യയും കുട്ടികളും. യാത്രാക്ക പ്രാരംഭ കഹാംസേദ, യാത്രയുടെ ആരംഭം എവിടെ നിന്നായിരുന്നു? ദില്ലീസെ, ദില്ലിയിൽ നിന്ന്. വേ ദില്ലിസെ കഹാം ജാ രഹാ ഹേ, അവര് ദില്ലിയിൽ നിന്ന് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് അവർ പോകുന്നത്? ദില്ലിയിൽ നിന്നും ഹോഷിയാർപുരിലേക്കാണ് അവർ ദില്ലിയിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. ദില്ലിസെ ലഗ്ഭഗ് കിത്തനെ ഘണ്ടെ കാ സഫർ ഹേ, ദില്ലിസെ ലഗ്ഭഗ് കിത്തനെ ഘണ്ടെ കാ സഫർ ഹേ, ദില്ലിയിൽ നിന്നും ഏകദേശം എത്ര മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്? 8 ഘണ്ടെ, 8 മണിക്കൂർ. സ്യാദാ പരേശാനി നെഹി ഹുയി ക്യോ, കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. എന്തുകൊണ്ട്? സീറ്റ് ബുക്ക് ചെയ്തി, അവർ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കിസ്നെ ഗിഡ്കി വാലി സീറ്റ് ചപ്പട്ട് ലി, ആരാണ് വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയത്? ബച്ചോനെ, കുട്ടികൾ. സാരാ സാമാൻ സെറ്റ് കർണേ കെ ബാദ് ഉൻ ദോനോനെ ക്യാ കിയ, എല്ലാ സാധനങ്ങളും സെറ്റാക്കിയതിന് ശേഷം അവർ രണ്ടുപേരും എന്താണ് ചെയ്തത്? അതായത് പതിയും പത്നിയുമാണ് ചോദിച്ചത്. ബാത്തോമേ മഷ്ഗൂൽ ഹോഗി, അവർ സംസാരത്തിൽ മുഴുകി. കോൻ പത്നിക്കോ ഇസരാർ കർണേ ലഗി ക്യോ, ആരാണ് ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങിയത്? എന്തിനാണ് ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദ്യം. സാമലി സലോനി കജരാരി ആങ്കോംവാലി യുവതീനെ പത്നിക്കോ ഇസരാർ കർണേ ലഗി, ഇരുനിറത്തിലുള്ള കറുത്ത കണ്ണുകൾ എഴുതിയ, കൺമഷി എഴുതിയ കറുത്ത കണ്ണുകളുള്ള യുവതിയാണ് പത്നിയെ നിർബന്ധിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ ജമ്മു കി ഷാൾ ഖരീദ്നെ കെ ലിയെ, ജമ്മു കാശ്മീരിൽ നിന്നും കൊണ്ടുവന്ന ഷാള് വാങ്ങിക്കാൻ വേണ്ടി. ഷാൾ കി കീമത്തി കിത്തനി ഹെ, ഷാളിന്റെ വില എത്രയാണ്? 250, 250 രൂപയാണ് ഷാളിന്റെ വില. മുജെ ദുക്കാൻ ഗോൽനി ഹെ ക്യാ, കിസ്നെ പൂച്ച, എനിക്ക് കട തുറക്കാനാണോ എന്ന് ആരാണ് ചോദിച്ചത്? പത്നി അല്ലേ, പത്നീനെ. ഇവിടെ തായാണ് കേട്ടോ, താ പകുതി ന, പത്നീനെ, ഇവിടെ നേ ആണ് കേട്ടോ വരിക, പത്നീനെ. ആരാണ് ചോദിച്ചത്? പത്നീനെ. ലേഖകനെ കിസ് ലിയെ പത്നിക്കോ ഇഷാര കിയ ക്യോ, ലേഖകൻ എന്തിനാണ് ഭാര്യയെ ഇഷാര കിയ, ആംഗ്യം കാണിച്ചത്? ഭാര്യയോട് ആംഗ്യം കാണിച്ചു ലേഖകൻ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആംഗ്യം കാണിച്ചതെന്നാണ് ചോദ്യം. ഷാളിനെ മാങ്കിനേക്കോ, ഷാൾ വാങ്ങാതിരിക്കാൻ വേണ്ടി. പത്നിയെ ചുപ്പ് രഹ്നേക്കാ സങ്കേത് കൈസേക്കി, ഭാര്യ മിണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള സൂചന എങ്ങനെയാണ് നൽകിയത്? ആംഗേം തരേർക്കർ,
ദേഷ്യത്തോടെ നോക്കിയിട്ടില്ലേ. ആങ്കേൻ തരേർന ഇസ്കാ മത്ലബ് ക്യാ ഹേ, ആങ്കേൻ തരേർന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രോധ് സേ ദേഖ്ന, ദേഷ്യത്തോടെ നോക്കുക. ഗലാരൂന്ത് ജാന ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഗലാരൂന്തന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? രോനേക്കോ ആന, കരച്ചിൽ വരിക, തൊണ്ടയിടറുക, കരച്ചിൽ വരിക എന്നൊക്കെ പറയില്ലേ. യുവതിക്ക ഗലാരൂന്ത് ഗയാ ഓർ ഇസ്കി കജരാരി ആംഗേബർ ആയിക്കും, യുവതിയുടെ തൊണ്ടയിടറി അവളുടെ കൺവശി എഴുതിയ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തുകൊണ്ട്? ഷാൾ കേലിയെ സൗത്തോ ബോത്ത് കം ഹേ, ഷാളിന് 100 രൂപ വളരെ കുറവാണ്. ഉസ്കി യഹ് നഷ്ട ഹോഗ ഇസ്ലിയെ, ഇതവൾക്ക് നഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത്. രാസ്തേ ബർ പത്നിക്ക് സുയി കിസ് ബാത്ത് പർ അഡ്കി രഹി, വഴി നീളെ, അതായത് ആ യാത്രയിലുടനീളം ഭാര്യയുടെ ചിന്ത എന്തിനെക്കുറിച്ചായിരുന്നു, എന്തിനാണ് തങ്ങി നിന്നത് എന്നാണ് ചോദ്യം. വോ ഏക്ക് ബാർ മേ ഹി 150 മേ മാൻ ഗയേ, ഒരു തവണ പറഞ്ഞപ്പോഴേക്കും 150 രൂപയ്ക്ക് അവർ അംഗീകരിച്ചു. ഗലത്തിക്ക് ദോടാ തോൾ മോൾ ഓർ കർണ ചാഹിയേത, തെറ്റായി, ചെയ്തത് തെറ്റായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ദോടാ തോൽമോൽ ഓർ കർണ ചാഹിയേത, അല്പം കൂടി വില പേശാമായിരുന്നു. പതിക്ക സുയി കിസ്കെ ബാത്ത് മേന്ത, ഭർത്താവിൻ്റെ ചിന്ത എന്തിനെ കുറിച്ചായിരുന്നു? അപ്പനെ പിതാജി കെ ബാരമേ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉസ്കാ സുയി അതീത് മേ ജാ അടക്കി, അദ്ദേഹത്തിൻ്റെ ചിന്ത ഭൂതകാലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്രയാണ് നമ്മളിതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കാൻ, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലാണ് നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതിയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ.